നമസ്കാരം. കഥ പറയാം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ വളരെ വ്യത്യസ്തമായൊരു കഥയാണ്. കഥയുടെ പേര് എന്നിൽ നിന്നും നിന്നിലേക്ക്. പ്രകാശം ഒരിറ്റുപോലും കീറിമുറിക്കപ്പെടാത്ത മുറി, അതിലുടനീളം മൗനം അലയടിക്കുന്ന ചുമരുകൾ. ഇരുട്ടുമൂടിയ മുറിയിൽ അവൾ തളർന്നു കിടക്കുകയാണ്. തളർന്നു പോയത് അവളുടെ ശരീരം മാത്രമല്ല, ഒരുപാട് കാലത്തെ സ്വപ്നവും വിശ്വാസവുമാണ്. സന്ധ്യകിരണങ്ങൾ ആകാശത്ത് പടർന്നിട്ടുണ്ട്. എങ്കിലും മുറിയിലും അവളുടെ മനസ്സിലും ഇരുട്ടിൻ്റെ തിരമാലകൾ ആർത്തിലമ്പുകയാണ്. തളർന്നുപോയ കണ്ണുകളിൽ നിന്നും അവസാനിക്കാത്ത പുഴ തലയിണയിലേക്ക് പടരുകയാണ്. ഇല്ല, മയക്കം പോലും അവളെ അനുഗ്രഹിക്കുന്നില്ല. തളർന്നുപോയ കണ്ണുകളെ അവളിലേക്ക് തിരിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ട മുടി വാരിക്കെട്ടി അവൾ എഴുന്നേറ്റു. കുളിമുറിയിലെ ഇരുട്ട് അവളെ വീണ്ടും തളർത്തുകയാണ്. ഇരുട്ടിൻ്റെ ക്രൂരമായ അക്രമം കഴിഞ്ഞ കുറച്ച് ദിവസമായി അവൾ അനുഭവിക്കുന്നു. ജനൽപ്പാളിയിലൂടെ അരിച്ചു കയറുന്ന വെളിച്ചം അവളുടെ കണ്ണിനെ ചുംബിച്ചും അവിടെയെല്ലാം തട്ടിക്കളിച്ചു നിന്നു. ആ ചെറിയ വെളിച്ചം പോലും അവളെ വേദനിപ്പിച്ചു. കഴിഞ്ഞ കുറച്ചു നേരം കൊണ്ട് അവൾ എല്ലാത്തിനെയും വെറുക്കാൻ തുടങ്ങിയിരുന്നു. വീർത്തിട്ടില്ലാത്ത വയറിനെ ഷവറിലേക്ക് അടുപ്പിച്ച് അവളുടെ വിറയാർന്ന കൈ വയറിനെ പുണർന്നു. 1 മാസം പ്രായമായ ജീവൻ വയറിൽ കിടന്ന് അലിയുകയാണ്. ഇടർന്ന ശബ്ദത്തോടെ അവൾ ആ ജീവനോട് പറഞ്ഞു, ഇതാണ് മഴ. ഇനി ഇതൊന്നും നിനക്ക് അനുഭവിക്കാൻ കഴിയില്ല. നാളത്തെ പ്രഭാതം പോലും നീ എന്നിലൂടെ കണ്ടില്ലെന്ന് വരാം. വിറയാർന്ന കൈകൾ വയറിനെ അണച്ചുപിടിച്ചു. നഷ്ടപ്പെടും എന്നറിഞ്ഞിട്ടും വിട്ടുകൊടുക്കാൻ അവളുടെ മനസ്സും ശരീരവും അനുവദിക്കുന്നില്ല. നഷ്ടപ്പെട്ട മോഹങ്ങളുടെ കൂട്ടത്തിലേക്ക് തൻ്റെ ജീവനും ആദ്യത്തെ സ്ഥാനം പിടിക്കുകയാണ്. ഷവറിൽ നിന്ന് വരുന്ന വെള്ളത്തോടൊപ്പം 2 ജീവനും ഒഴുകിപ്പോയി ഇരുട്ടിൻ്റെ മായാലോകത്തേക്ക്. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.